സർവകലാശാല VC നിയമന തർക്കത്തിൽ സമവായ ശ്രമവുമായി സർക്കാർ. മന്ത്രിമാരായ പി രാജീവും ആർ ബിന്ദുവും 10 മണിക്ക് ലോക് ഭവനിലെത്തി ഗവർണറെ കാണും. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC തർക്കം പരിഹരിക്കുക ലക്ഷ്യമിട്ടാവും ചർച്ച. സമവായമായില്ലെങ്കിൽ VC-മാരെ തീരുമാനിക്കുമെന്ന മുന്നറിയിപ്പ് സുപ്രീം കോടതി നൽകിയതോടെയാണ് നീക്കം. റഹീസ് റഷീദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ് പറഞ്ഞ് രാജ്ഭവൻ എന്ന് പറഞ്ഞ് അതൊരു ശീലമായി. ഇന്നു മുതൽ നമ്മളത് മാറ്റി പറയുകയാണ്. ലോക് ഭവൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ തന്നെ ആദ്യം രാജ്ഭവൻ എന്നാണ് പറയാൻ വന്നത്. അപ്പം എന്തായാലും ലോക് ഭവനിലേക്ക് 2 മന്ത്രിമാർ ഇന്ന് എത്തുന്നുണ്ട്. പി രാജീവും ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും. സർവകലാശാല VC തർക്കത്തിൽ സുപ്രീം കോടതിയുടെ അൾട്ടിമേറ്റം വന്നിട്ടുണ്ട്. ഒരു അനുനയ നീക്കത്തിലൂടെ ഗവർണറും സർക്കാരും ഒരുമിച്ച് പോയാൽ അവർക്ക് കൊള്ളാം എന്നുള്ളതാണ്. അനുനയത്തിനാണ് നീക്കം. ഗവർണർ വഴങ്ങാനുള്ള സാധ്യതയുണ്ടോ? റഹീസ് റഷീദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ കുമാർ. നാളെ സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. അതിനു മുമ്പായി ഒരു സമവായ ശ്രമത്തിൽ നിങ്ങൾ എത്തിയില്ലെങ്കിൽ ഞങ്ങൾ VC-മാരെ നിയമിക്കും എന്നായിരുന്നു സുപ്രീം കോടതി അവസാനം കേസ് പരിഗണിച്ചപ്പോൾ പറഞ്ഞിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സമവായ ശ്രമമാണ് നടക്കുന്നത്. അല്പസമയത്തിനകം ഒരു 9:30-ക്കും 10 മണിക്കും ഇടയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും നിയമമന്ത്രി പി രാജീവും ലോക് ഭവനിലെത്തി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തും. ഇതിനകത്ത് ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട പ്രശ്നം, മുഖ്യമന്ത്രി കൊടുത്ത ലിസ്റ്റിൽ പ്രഥമ പരിഗണന നൽകണമെന്ന് പറഞ്ഞ ആളുകൾക്കല്ല ഗവർണർ സുപ്രീം കോടതിക്ക് നൽകിയ ശുപാർശയിൽ പറയുന്ന പേരുകൾ. ഉദാഹരണമായി പറഞ്ഞാൽ സാങ്കേതിക സർവകലാശാലയിൽ എന്തൊക്കെ സംഭവിച്ചാലും ഡോക്ടർ സിസ തോമസിനെ VC ആക്കരുത് എന്നതായിരുന്നു സർക്കാരിൻ്റെ തീരുമാനം. പക്ഷേ അവിടെ സിസ തോമസിൻ്റെ പേര് ഒന്നാമത് ശുപാർശ ചെയ്തിരിക്കുകയാണ് ഗവർണർ. ഒപ്പം ഡിജിറ്റൽ സർവകലാശാലയിൽ സജി ഗോപിനാഥനെ VC ആക്കണം എന്നതായിരുന്നു സർക്കാരിൻ്റെ താല്പര്യം. പക്ഷേ ഡോക്ടർ പ്രിയാചന്ദ്രനെ, മുഖ്യമന്ത്രി നൽകിയ പേരിൽ 4ാമത്തെ പേരുണ്ടായിരുന്ന ഡോക്ടർ പ്രിയാചന്ദ്രൻ്റെ പേരാണ് ഗവർണർ, ചാൻസലർ കൂടിയായ ഗവർണർ ശുപാർശ നൽകിയത്. ഈ പശ്ചാത്തലത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാട് സർക്കാർ എടുത്തിരിക്കുന്നു. VC-യും മുഖ്യമന്ത്രിയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നുമില്ല. ഇന്നത്തെ ചർച്ചയിൽ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ഉരുത്തിരിഞ്ഞ് രണ്ടുപേർക്കും ഓരോ സർവകലാശാല എന്ന തരത്തിൽ കൊടുത്ത പ്രശ്നപരിഹാരം വരുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇതിലും ഒരു അനുനയ നീക്കത്തിലുള്ള സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മന്ത്രിമാർ ഇന്ന് ലോക് ഭവനിൽ എത്തുന്നുണ്ട്. വീണ്ടും രാജ്ഭവൻ എന്നാണ് വന്നത്. ലോക് ഭവൻ എന്നാക്കി മാറ്റിയിട്ടുണ്ട് നമ്മുടെ ഗവർണറുടെ വാസസ്ഥാനം. അത് രാജ്ഭവൻ എന്നാണ്. ഇനി മുതൽ ലോക് ഭവൻ, ലോക് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഭവൻ എന്ന അർത്ഥത്തിലാണ് അതിനെ ലോക് ഭവൻ ആക്കി മാറ്റിയത്. രാജാവൊക്കെ എന്തേ പോയി, എന്നിട്ടും എത്ര കാലം നമ്മുടെ രാജ്ഭവനുകൾ തുറന്നു അല്ലേ?